ആകെ ജനസംഖ്യയിൽ പരമാവധി 5% മാത്രം വരുന്ന ഇക്കൂട്ടർക്ക് വേണ്ടി മൊത്തം വരുമാനത്തിൻ്റെ 70% ചിലവഴിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തുടങ്ങിയത് ഒരു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ്. 40-ലും 50-ലും ഒരു കുടുംബത്തിൻ്റെ നാഥൻ മരിക്കുമ്പോൾ അക്കാലത്ത് ആ കുടുംബം അനാഥം ആകരുതേ എന്ന ചിന്തയിലാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആ കുടുംബത്തിന് വേണ്ടി ഏർപ്പെടുത്തിയത്. ഇന്ന് ആയുർദൈർഘ്യം 40-ഉം 50-ഉം ഒന്നുമല്ല, 70-ഉം 75-ഉം 80-ഉം 90-ഉം വരെ ആയിരിക്കുന്നു. ഒരു മിനിമം പെൻഷൻ നൽകാം, പരമാവധി 30,000 രൂപയോ മറ്റോ. ഇവിടെ അതാണ്. 1.5 ലക്ഷം പെൻഷനുള്ള ശമ്പളം മേടിക്കുന്നവൻ 75,000 രൂപ പെൻഷൻ, 2.5 ലക്ഷക്കാരന് 1.25 ലക്ഷം രൂപ പെൻഷൻ, 1 ലക്ഷക്കാരന് 50,000 രൂപ പെൻഷൻ. അത് സർവീസിലിരിക്കുന്ന കാലത്തേക്കാളും കൂടുതലാണ് പെൻഷൻ ആയതിനു ശേഷം. 90-ഉം 95-ഉം രീതിയിൽ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. ഈ പണത്തിന് വേണ്ടി മക്കൾ തമ്മിൽ അടിയിടുന്നതും നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോഴും ബഹുഭൂരിപക്ഷം വരെ ജനങ്ങൾ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന, മദ്യം വാങ്ങിച്ചും ലോട്ടറി എടുത്തും പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ എല്ലാത്തിനും നികുതി കൊടുക്കുന്നത് ബഹുഭൂരിപക്ഷവും കടമെടുത്തും ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു. ഇത്രയും പെൻഷൻ വേണോ? 20,000-ഓ 30,000 രൂപയും നിർത്തൂ. കൂടാതെ PSC മെമ്പർമാരെന്ന് പറഞ്ഞാൽ വേറൊരു വെള്ളാനകൾ. 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ പെൻഷൻ. മന്ത്രിമാരുടെ ഓഫീസിൽ 2 വർഷം കഴിയുന്ന എല്ലാ രാഷ്ട്രീയ വിഴുപ്പുകൾക്കും പെൻഷൻ. ഈ നാടിൻ്റെ ഗതി അധോഗതി തന്നെയാണ്. ഇത് എത്ര കാലം മുന്നോട്ട് പോകും? സാധാരണക്കാരന് 1,600 രൂപ. എത്ര നല്ല മധുരമനോഹരമായ സോഷ്യലിസം!